Hello everyone, welcome to Vanjirad Kitchen. I am Chef Pinos. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് പനീർ മക്കിനി അഥവാ ബട്ടർ പനീർ. അതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. പനീർ മക്കിനിക്ക് വേണ്ടിയുള്ള മിസാംബ്ലാസ് എല്ലാം റെഡിയാണ്. സോസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. സോസ് തയ്യാറാക്കാൻ വേണ്ടി നമുക്കൊരു പാൻ വെക്കാം. ആദ്യം നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് സ്പൈസസ് ചേർക്കാം. ബേ ലീഫും കറുകപ്പട്ടയും സ്റ്റാറൈൻസും ഏലക്കായും ഗ്രാമ്പും. സ്പൈസസ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ജീരകം ഇടാം. അതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് കസൂരി മേത്തി ഇടാം. ചോപ്പ് ചെയ്തിരിക്കുന്ന ജിഞ്ചറും ഗാർലിക്കും ഇടാം. അതിലേക്ക് നമുക്ക് ഗ്രീൻ ചില്ലിയും കാശ്മീർ ചില്ലി ഇടാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ജിഞ്ചറും ഗാർലിക്കും ചില്ലിയും നന്നായിട്ട് സോട്ട് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്ന വൈറ്റ് ഒണിയൻ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഒണിയൻ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. ടൊമാറ്റോ പേസ്റ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്ന ടൊമാറ്റോസ് ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ടൊമാറ്റോയും ഒണിയനൊക്കെ നന്നായിട്ടൊന്ന് സോട്ട് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ ഇടാം. 1 ടീസ്പൂൺ ജീരകപ്പൊടി ഇടാം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇടാം. 1 ടീസ്പൂൺ വൈറ്റ് പെപ്പർ ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ബോയിൽ ചെയ്യാൻ വെക്കാം. ഒരു 20 മിനിറ്റ് നമുക്ക് ബോയിൽ ചെയ്യാം. അപ്പോഴത്തേക്ക് ടൊമാറ്റോയുടെ പച്ചച്ചുവയൊക്കെ മാറി കിട്ടും. സോസ് നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ പനീറിനുള്ള ബട്ടറും കൊറിയാണ്ടർ ലീവ്സും ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് സോസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. സോസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഫൈനായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടതാണ്. തണുത്തതിന് ശേഷം ബ്ലെൻഡ് ചെയ്താൽ നല്ല കളർ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ തണുക്കാൻ വെക്കുന്നത്. ആ ടൈമിൽ നമുക്ക് പനീർ കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു 750 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പനീർ ഞാൻ ട്രയാങ്കിളായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യണോ ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്യണമെന്ന് നിങ്ങളുടെ ചോയ്സാണ്. ഇത് വൈറ്റ് ബോർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഡയറി പ്രോഡക്റ്റ് ആയതുകൊണ്ട് പനീറെല്ലാം നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. സോസ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. സോസ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് അരിച്ചിറക്കാം. അരിച്ചിറക്കിയാൽ ഇതിൻ്റെ സ്കിന്നും സീഡും ഒന്നും അകത്ത് പോകത്തില്ല. അതുകൊണ്ടാണ്. സോസ് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ചെറു തീയിൽ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ആ ടൈമിൽ നമ്മുടെ കട്ട് ചെയ്തിരിക്കുന്ന പനീർ നമുക്കൊന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1 ക്യൂബ് ബട്ടർ ഇടാം. ബട്ടർ ഓയിൽ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 പിഞ്ച് ജീരകം ഇടാം. അല്പം ജീരകം ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും പനീറിന്. കട്ട് ചെയ്തിരിക്കുന്ന പനീർ നന്നായിട്ടൊന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കാം. പനീർ 2 സൈഡ് നന്നായിട്ടൊന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു കളർ കിട്ടും. ഒരു ഗോൾഡൻ കളർ കിട്ടും. പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പനീർ ഫ്രൈ ചെയ്യുന്നത്. ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ ഫുഡ് കാണാൻ തന്നെ നല്ലൊരു അഴകായിരിക്കും. ഫ്രൈ ചെയ്തിരിക്കുന്ന പനീർ നമുക്കൊന്ന് കോരിയെടുക്കാം. സോസ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വറുത്ത് വെച്ചിരിക്കുന്ന പനീർ നമുക്ക് സോസിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ചൂടാക്കാം സോസ്. സോസ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ക്രീം ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാഷ്യൂനട്ടും ക്രീമും ഒക്കെ ചേരുമ്പോൾ പനീർ മക്കിനിക്ക് നല്ലൊരു സ്വാദായിരിക്കും. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. ഷുഗർ ഇടുന്നത് ടൊമാറ്റോയുടെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. കസൂരി മേത്തി നല്ലതായിട്ട് ക്രഷ് ചെയ്ത് വേണം ഇടാൻ. പനീർ മക്കിനി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 പിഞ്ച് കസൂരി മേത്തി ഇട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. വഞ്ചനാട് സ്പെഷ്യൽ പനീർ മക്കിനി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്യാം. ക്രീമും ബട്ടറും ചേർത്ത് പനീർ മക്കിനി നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്യാം. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് ബട്ടർ പനീർ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ബട്ടർ പനീറിന് ഏറ്റവും നല്ല കോമ്പിനേഷനാണ് നാൻ ബ്രെഡും പുലാവ് റൈസും ഒക്കെ. ഞാനിവിടെ നാൻ ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ബട്ടർ പനീർ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അടുത്ത ദിവസം അടിപൊളി ഒരു വീഡിയോയുമായി വീണ്ടും വരും. ബൈ ടുഡേ. താങ്ക് യു വെരി മച്ച്.